ബി ജെ പിക്ക് ഇപ്പോൾ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല എന്ന് പറയാൻ വരട്ടെ. ഈ കാണുന്ന കാഴ്ചകളൊക്കെ അങ്ങനെയാണ് സാധാരണക്കാരനെ തോന്നിപ്പിക്കുന്നത്. ഇതാദ്യമായി തോന്നിയത് ഏകദേശം 1 മാസം മുൻപാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന ദിവസം എൻ ഡി എക്ക് ഏകദേശം 400 സീറ്റുകളും ബി ജെ പിക്ക് മാത്രം 300 സീറ്റുകളും പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിൽ അവർ തകർന്നു തരിപ്പണമാകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. 2014 മുതൽ ഇങ്ങോട്ട് ഏകദേശം 10 വർഷം തങ്ങളാണ് ഈ രാജ്യത്തിൻ്റെയും ഇനി വരുന്ന ഭാവിയുടെയും അധികാരികൾ എന്ന് ആക്രോശിച്ചു നടന്ന സംഖ്യകളുടെ ചങ്ക് തകർത്തുകൊണ്ട് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കാത്ത മുന്നേറ്റം നടത്തി. കണക്കുകൂട്ടൽ നടന്നു നോക്കുമ്പോൾ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി ഭരണം പിടിച്ചു. എന്നാൽ അത് ഒറ്റയ്ക്കല്ല. ഇങ്ങ് ആന്ധ്രാപ്രദേശിൽ നിന്നും അങ്ങ് ബീഹാറിൽ നിന്നും 2 പേർ താങ്ങി നിർത്തണം, എന്നാലേ ഭരിക്കാൻ പറ്റൂ. ഇത് താങ്ങുന്നതിനിടയിൽ ഈ താങ്ങുന്നവന്മാർ എങ്ങാനും പിണങ്ങിയാൽ ഒന്നുകൂടി മൂട്ടി വീഴും. വല്ലാത്തൊരു ഗതികേടിലാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ നിൽക്കുന്നത്. ലോക്സഭയല്ലേ, ഇത്തവണ അങ്ങനെയങ്ങ് പോകട്ടെ, രാജ്യസഭ ഉണ്ടല്ലോ. മാത്രമല്ല, രാജ്യസഭയിൽ കെ സി വേണുഗോപാലും മറ്റൊരു കോൺഗ്രസ് നേതാവും രാജിവെച്ച ഒഴിവിലേക്ക് എത്തുന്നതും ബി ജെ പിക്കാരാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നും വരില്ല എന്ന് ചിന്തിക്കാൻ വരട്ടെ. കുഴപ്പമുണ്ട്. രാജ്യസഭയിലും ബി ജെ പിക്ക് കുഴപ്പമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാര്യമെന്താണെന്ന് പറയാം, പക്ഷേ ഞെട്ടരുത്. ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിന് പിന്നാലെ രാജ്യസഭയിലും ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. രാജ്യസഭയിൽ പാർട്ടി അംഗങ്ങളുടെ എണ്ണം 90-ൽ താഴെയായി മാറിക്കഴിഞ്ഞു. കാരണം ശനിയാഴ്ച കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്ത 4 എം പിമാരുടെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. ഇതോടെ രാജ്യസഭയിലെ ബി ജെ പി എം പിമാരുടെ എണ്ണം 86 കുറഞ്ഞു. ഇതോടെ എൻ ഡി എക്ക് രാജ്യസഭയിൽ 101 എം പിമാരുടെ അംഗബലമായി മാറി. ഒരു സത്യം പറയാം, ഞെട്ടരുത്. ഈ സംഖ്യ, അതായത് 101, അത് രാജ്യസഭയിൽ വേണ്ട ഭൂരിപക്ഷത്തേക്കാൾ വളരെ കുറവാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യസഭയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ നില വളരെ പരുങ്ങലിലാണ് എന്ന് പറയുന്നതിൽ യാതൊരു നാണക്കേടും വേണ്ട കേട്ടോ. രാജ്യസഭയിൽ ആകെ 226 അംഗങ്ങളാണുള്ളത്. നിലവിൽ 19 സീറ്റുകൾ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ്. രാജ്യസഭയിൽ ഒഴിവുള്ള 19 സീറ്റുകളിൽ 4 ജമ്മു കശ്മീരിൽ നിന്നുള്ളതും 4 നോമിനേറ്റഡ് അംഗങ്ങൾക്കുമുള്ളതുമാണ്. അതേസമയം ബാക്കിയുള്ള 11 സീറ്റുകൾ അസം, ബീഹാർ, മഹാരാഷ്ട്ര, ഹരിയാന, തെലങ്കാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ത്രിപുര എന്നിവ ഉൾപ്പെടുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയാണ്. രാജ്യസഭാ എം പിമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതിനാൽ ഈ സീറ്റുകളിൽ പലതും ഒഴിഞ്ഞുകിടക്കുകയാണ്. ആ ഒരു സീറ്റിൽ കേരളീയനായ ഒരാളും ഉണ്ട് കേട്ടോ, ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ. രാജസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ആ രാജ്യസഭാ അംഗത്വം രാജിവച്ചിട്ടാണ് അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചത്. വിജയിച്ചു, പക്ഷേ രാജ്യസഭയിൽ ഒരാൾ കുറഞ്ഞു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് 4 നോമിനേറ്റഡ് എം പിമാർ വിരമിച്ചത്. മഹേഷ് ജെഠ്മാലിനി, സോണാൽ മൻസിംഗ്, രാം സഖാൽ, രാകേഷ് സിൻഹ എന്നിവരാണ് ശനിയാഴ്ച വിരമിച്ചത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 4 എം പിമാരും ബി ജെ പിയിലായിരുന്നതിനാൽ ബി ജെ പിയുടെ എണ്ണം 86 കുറഞ്ഞു. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ അംഗസംഖ്യ 101 കുറയുകയും ചെയ്തു. നിലവിൽ എത്രയാണ് രാജ്യസഭയിലെ ഭൂരിപക്ഷം? അത് 113. നിലവിലെ ഭൂരിപക്ഷമായ 113-നേക്കാൾ കുറവാണ് ഇപ്പോൾ എൻ ഡി എയുടെ അംഗസംഖ്യ. കണക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്നിരുന്നാലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 7 സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനും സർക്കാരിനൊപ്പമുണ്ട്. ഇതോടെ എൻ ഡി എയുടെ കണക്ക് 109 അപ്പോഴും 113 ആകുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഉപരിസഭയിൽ, അതായത് രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടുന്നതിന് സർക്കാരിന് 11 സീറ്റുകളുള്ള YSR കോൺഗ്രസിൻ്റെയോ 4 സീറ്റുകളുള്ള AIADMKയുടെയോ സഹായം തേടേണ്ടി വന്നേക്കാം എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി രാജ്യസഭയിലെ കാര്യങ്ങൾ? ബി ജെ പിക്ക് 86 എം പിമാരുണ്ട്. AIADMKയ്ക്ക് 4 എം പിമാരും YSR കോൺഗ്രസിന് 11 രാജ്യസഭാ എം പിമാരുമുണ്ട്. ഇതിനാരെങ്കിലും ഒന്ന് കൈകൊടുത്താൽ ഒരുവിധം പ്രശ്നമില്ലാതെ പോകും എന്ന് മാത്രം. അതായത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ ഡി എക്ക് 9 BJD എം പിമാരുടെയും 4 BRS എം പിമാരുടെയും പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ BJD സർക്കാരിനെതിരാണ്. 4 സീറ്റുകളിൽ ഉടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും മറ്റ് 11 സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 11 സീറ്റുകളിൽ 10 സീറ്റിലെങ്കിലും എൻ ഡി എയുടെ വിജയം സുനിശ്ചിതമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ ബി ജെ പി 100-നടുത്ത് എത്തും എന്നാണ് വാദം. അതോടെ എൻ ഡി എ ഭൂരിപക്ഷത്തിലും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് കോൺഗ്രസിന് നിലവിൽ 26 എം പിമാരാണുള്ളത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം നിലനിർത്താൻ ആവശ്യമായത് 25 സീറ്റുകളാണ്. അധികമുള്ളത് ഒരാൾ മാത്രം. എന്നാൽ തെലങ്കാനയിലെ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ അംഗസംഖ്യ 27 ഉയർന്നേക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ പേടിക്കാനുള്ളത് ബി ജെ പി തന്നെയാണ്. ഈ 100 പിടിച്ച കസേരയിൽ ഇരിക്കുന്നത്
പിടിക്കാത്ത സ്വന്തം മുന്നണിയിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കാല് മാറുകയെങ്ങാനും ചെയ്താൽ എൻ്റെ പൊന്നമ്മോ ഓർക്കാൻ കൂടി വയ്യ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. രാജ്യസഭയിൽ കോൺഗ്രസിന് 26 സീറ്റുകളായതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം പ്രതിസന്ധിയിലാകുമെന്നായിരുന്നു ചർച്ച. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് പദവി ലഭിക്കാനും നിലനിർത്താനും സഭയുടെ ആകെ അംഗബലത്തിൻ്റെ 10% ആവശ്യമാണ്. അതായത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാകാൻ ആകെ 25 സീറ്റുകളെങ്കിലും വേണം എന്നർത്ഥം. കോൺഗ്രസിന് അംഗബലം ഇപ്പോൾ 26 മാത്രമാണ്. ആവശ്യമുള്ളതിനേക്കാൾ ഒരു അംഗം മാത്രം കൂടുതൽ. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയിലെ 2 അംഗങ്ങളുടെ കാലാവധി പൂർത്തിയാവുകയോ ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഉപരി സഭാംഗങ്ങൾ ഇല്ലാതാവുകയോ ചെയ്താൽ കോൺഗ്രസിൻ്റെ അംഗബലം 25-ൽ താഴെ അയക്കും എന്നുള്ളതാണ് പാർട്ടി നേരിടുന്ന പ്രശ്നം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഖാർഗെയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുക ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. ഇത് യാതൊരു സംശയവുമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ കോൺഗ്രസ് ഈ വാദത്തെ പതുക്കെ തള്ളിക്കളയുന്നുണ്ട്. അതായത് കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ കണക്കുകൾ നോക്കി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. നിലവിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ഭീഷണിയില്ല എന്നും കോൺഗ്രസ് നേതാവ് ഗുർദീപ് സപ്പൽ പറയുന്നുണ്ട്.